ഹലോ ഗൈസ്, വിഷുവിൻ്റെ ഒരു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി വിഷുവിൻ്റെ തലേദിവസമാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കണി വെക്കാനും അതുപോലെ തന്നെ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങിയതാണ്. പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ഋത്തുവിന് വണ്ടിയില്ലാതെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ മേടിച്ച വണ്ടിയാണ് ആദ്യം അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വേറെ കടയിൽ കയറി അവനിങ്ങനെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തതാണ് ഈ ബസ്. അവിടുന്ന് പിന്നെ പൈസ കൊടുത്ത് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് ഇത് കുറേ വർഷം പഴക്കമുള്ള കൃഷ്ണനായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വിഷുവിന് ഞാൻ ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുത്തിരുന്നു. അപ്പം ഈ വിഷുവിന് കുറച്ച് പെയിൻറ്റൊക്കെ പോയെടുത്തൊന്ന് ഞാനൊന്ന് ടച്ചപ്പ് ചെയ്ത് അതൊന്ന് കുറച്ചുകൂടെ വൃത്തിയാക്കുവാണ്. പെയിൻറ്റൊക്കെ പോയെടുത്തൊക്കെ ഒന്നുകൂടെ പെയിൻറ്റൊക്കെ ചെയ്ത് അതുപോലെ തന്നെ വാർണിഷൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് ആക്കുവാണ്. ഋതു ഉറങ്ങി കിടക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ വരും. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും അവനും എഴുതണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പേനയും പേപ്പറൊക്കെ മേടിച്ചിട്ട് അവൻ എഴുതും. അതുകൊണ്ട് അവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഈ പണിയിലേക്ക് ഞാൻ കടന്നത്. പെയിൻറ്റ് പോയടത്തൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് വാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. പെയിൻറ്റെല്ലാം ചെയ്ത് പരത്ത് വെയിറ്റ് വന്ന് അവന് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ മടിയിൽ കയറി കുറച്ച് നേരം ഇരുന്നു. പിന്നെ വാർണിഷൊക്കെ അടിച്ച് ഉണങ്ങാൻ വെച്ചു. രാത്രി കണിക്കെല്ലാം സെറ്റ് ചെയ്ത്, ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത കണി. രാവിലെ വിളക്ക് എത്തിച്ച് പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. സാധാരണ എൻ്റെ ബേസിക് മേക്കപ്പ് ലുക്ക് തന്നെ, വലിയ ആഡംബരമൊന്നുമില്ല. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മേക്കപ്പ് എല്ലാം ചെയ്തു സെറ്റായി ഒരുങ്ങി അമ്പലത്തിൽ പോകാൻ വേണ്ടി. ഏട്ടനും ഋത്തുവും കൂടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്തു അമ്മയ്ക്ക് സെറ്റൊക്കെ കൊടുത്ത് കൊടുക്കണമെന്ന് സെറ്റൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പിലേക്ക് കടന്നത്. എൻ്റെ ഫൈനലി പൊട്ടൊക്കെ കുത്തി സിന്ദൂരൊക്കെ ഇട്ട് മുടിയെല്ലാം അഴിച്ച് കെട്ടി കുറച്ച് കുപ്പികളെയും കൂടി ഇട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങളുടെ അടുത്ത അമ്പലം തന്നെയാണ് കാര്യങ്ങാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം. കാറിൽ വെച്ച് പാട്ടൊക്കെ കേട്ടിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ ചെന്ന് കണിയൊക്കെ കണ്ട് അവിടെ ചെന്ന് തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇത്രയുള്ള ഞങ്ങളുടെ വിഷുവിൻ്റെ ഒരു മിനി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.